കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച വിക്കിപീഡിയയിലേക്കും കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രി എന്ന KC വേണുഗോപാലിന്റെ വിക്കിപീഡിയ പ്രൊഫൈലിൽ തിരുത്തിയിരിക്കുകയാണ്. സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായതിന് പിന്നാലെ കേരളത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്യാനുള്ള അർഹതയില്ലെന്ന് വീണ്ടും പ്രൊഫൈൽ തിരുത്തി. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അലക്സ്, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് തൊട്ട് തുടങ്ങിയതാണ് കോൺഗ്രസിലെ ഈ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ തന്നെ. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കും കടന്നിരിക്കുന്നത്. വളരെ വിചിത്രമായ അല്ലെങ്കിൽ കേൾക്കാൻ രസമുള്ള കാര്യം തന്നെയാണ്. അമൃത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും അവരുടെ അണികളും അവരുടെ ഗ്രൂപ്പ് മാനേജർമാരും എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം മെയ് 4-ന് തെരഞ്ഞെടുപ്പ് വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതായത് കോൺഗ്രസിന് ഇനിയും മാൻഡേറ്റ് കിട്ടിയിട്ടില്ല. അത് മെയ് 4-നായിരിക്കും ഈ ജനഹിതം പ്രഖ്യാപിക്കുന്നത്, തെരഞ്ഞെടുപ്പ് വിധി വരുന്നത്. അതിനുശേഷമായിരിക്കും ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലേക്ക് ഔദ്യോഗികമായി തീരുമാനം വരും. പക്ഷേ അതിന് മുമ്പ് തന്നെ കോൺഗ്രസ് അതിൻ്റെ ചിത്രം ഒരുക്കുകയാണ്, അതിൻ്റെ ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ്. ഏതൊക്കെ നേതാക്കൾ മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിട്ടിട്ടുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മൾ കണ്ടു രമേശ് ചെന്നിത്തലയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആക്റ്റീവ് ആകുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം പോഡ്കാസ്റ്റുമായി, കേരള യാത്ര എന്ന പോഡ്കാസ്റ്റുമായി രംഗത്തെത്തുന്നു. 2005-ൽ കെ കരുണാകരൻ പാർട്ടി വിട്ട് കേരളത്തിലെ കോൺഗ്രസ് 2 തുണ്ടമാകും എന്നൊരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തി അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല എന്ന് ജനനായകൻ എന്ന അടിക്കുറിപ്പോടെ അദ്ദേഹത്തിന് വാഴ്ത്തപ്പാട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു. തൊട്ടു പിന്നാലെ KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസംഗങ്ങളുടെ പുസ്തക സമാഹാരം പുറത്തിറക്കുന്നു. VD സതീശനും സമാനമായിട്ട് VD സതീശന്റെ ക്യാമ്പും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസംഗങ്ങളുടെ പുസ്തക പ്രകാശനം പുറത്തിറക്കാൻ ആലോചിക്കുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശങ്ങൾ ഇന്നും ഇന്നലെയുമൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് KC വേണുഗോപാലിന് ഉന്നം വെച്ചുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളുടെ ഉള്ളവർ അത് നോക്കണം. അത് തിരഞ്ഞെടുപ്പിന് മറ്റ് സംസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കേണ്ടവരുടെ ഉത്തരവാദിത്വം അതുതന്നെയാണ് അദ്ദേഹം കേരളത്തിൽ നിറവേറ്റിയത്. വ്യാപകമായി തന്നെ KCയെ പിന്തുണയ്ക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണം, അതായത് ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതടക്കം പറഞ്ഞുകൊണ്ടുള്ള VD സതീശന്റെ പേരിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതിനു പിന്നാലെയാണ് ഈ വിവാദം വിക്കിപീഡിയയിലേക്കും വ്യാപിച്ചിരിക്കുന്നത്. വിക്കിപീഡിയയിൽ KC വേണുഗോപാലിന്റെ പ്രൊഫൈലിൽ വന്ന പ്രധാനപ്പെട്ട തിരുത്തിലൊന്ന് കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയാണ് KC വേണുഗോപാൽ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പും ആ വിക്കിപീഡിയ തിരുത്തിൽ നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം നിലവിൽ ആലപ്പുഴയിൽ നിന്നുള്ള MP ആണ്, പാർലമെന്റ് അംഗമാണെന്നുള്ളതും. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹം നിയമസഭയിൽ ഇരിക്കൂറിൽ നിന്ന് മത്സരിക്കും എന്നതടക്കം വിക്കിപീഡിയ തിരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് രസകരം. പക്ഷേ ഇത് സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായതിനു പിന്നാലെ ആ വിക്കിപീഡിയയിലും ഒരു വെട്ടുകൂടി നടന്നിരിക്കുന്നു. ആ വിക്കിപീഡിയയും തിരുത്തിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്നവരായിരിക്കും സ്വാഭാവികമായി അത് ചെയ്തിട്ടുണ്ടാകുക. അതിൽ പറയുന്നത് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാൻ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെടാനുള്ള യോഗ്യത KC വേണുഗോപാലിന് ഇല്ല എന്ന് ആ 13ാമത് മുഖ്യമന്ത്രി എന്ന ഭാഗത്ത് തന്നെ തിരുത്തി വിക്കിപീഡിയയിൽ നൽകിയിട്ടുണ്ട്. ആ യുദ്ധം അങ്ങനെ മുറുകുകയാണ്, അത് നീങ്ങുകയാണ്. മെയ് 4 വരെ സമയമുണ്ട്. മെയ് 4 വരെ എന്തൊക്കെ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ നേതാക്കൾക്കിടയിൽ അവരുടെ ഗ്രൂപ്പ് മാനേജർമാർക്കുള്ളിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുമെന്നത് കണ്ടറിയണം. അമൃതാനിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.